ഗൂഢാലോചന എവിടെയാണെന്ന് കൃത്യമാണ്. ഇവർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു പാക്കേജിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ബോർഡിന് പ്രവർത്തിക്കാൻ കാലാവധി ഉണ്ടായിരുന്നിട്ടും അതിനെ അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തട്ടിക്കൂട്ടിയ ഇവരുടെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയും ഇവരുടെ കുറെ ഇഷ്ടക്കാരും ഉൾപ്പെടുന്ന വഖഫ് ബോർഡിനെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഇവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നാണ്. മുനമ്പം വിഷയത്തിൽ 10 മിനിറ്റ് കൊണ്ട് തീരുമാനമുണ്ടാക്കും എന്ന് പ്രതിപക്ഷ നേതാവായിരിക്കെ പറഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയായപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് 8ന്റെ പണി തന്നിട്ടാണ് പോയ സർക്കാർ പോയത് എന്നാണ്. അതിനുന്നയിക്കാൻ വാദങ്ങളുണ്ട്. ഇതിപ്പോൾ പക്ഷേ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട 16ന്റെ പണി സ്വന്തം വാങ്ങിയോ? തീർച്ചയായും അത് നമ്മൾ ഇന്നലെ മുതൽ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുകയാണ്. ഈ ചർച്ചകളിലാകെ കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ എന്തോ ഒരു നിലപാട് സ്വീകരിച്ചാൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള മട്ടിലാണ്. ഇപ്പൊ ഇന്നലെ നടന്ന ചർച്ചകളിൽ ഉടനീളം നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ ഞങ്ങൾ സെക്ഷൻ 14 പുതിയ വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 കംപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞതിനെയാണ് വിമർശന വിധേയമാക്കിയത്. ഞാനിപ്പോൾ കുറച്ച് ഡോക്യുമെന്റ്സ് മാധവിന് അയച്ചത്, എനിക്ക് അധികം സമയം വേണ്ട, ഞാൻ ഒരുപാട് പഴയ കാലത്തേക്ക് പോകുന്നില്ല. ഇന്നലെ സംസ്ഥാന വഖഫ് ബോർഡിന് വേണ്ടി KS ഹംസ അതിന്റെ ചെയർമാൻ ഇപ്പോൾ സുപ്രീം കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിട്ടുള്ള ഹർജി, ആ പെറ്റീഷൻ പറയുന്നത് അതിന്റെ പാർട്ട് N, because the petitioners herein are not against the constitution of the Waqf board in accordance with the section 14 of the United Waqf Management. എന്ന് വെച്ചാൽ ഉമീദ് ആക്ടിന്റെ സെക്ഷൻ 14 അനുസരിച്ച് വഖഫ് ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷന് ഞങ്ങളെ എതിർക്കുന്നില്ല എന്ന് KS ഹംസ എന്ന ഇപ്പോഴത്തെ വഖഫ് ചെയർമാൻ കൊടുത്തിട്ടുള്ള ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന പെറ്റീഷനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ സെക്ഷൻ 14 കുറിച്ച് പറഞ്ഞതാണല്ലോ പ്രശ്നം. ഇനിയിപ്പോ സമസ്തയെ കുറിച്ച് പറഞ്ഞു. സമസ്തയുടെ മുഷാവറ അംഗം കൂടിയാണ്. കൂടെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ള ഉമർ ഫൈസി മുക്കം, അദ്ദേഹത്തിന്റെ പെറ്റീഷന്റെ 24ാമത്തെ പോയിന്റായി വരുന്നു. അതിലും പറയുന്നു, ബിക്കോസ് ദ പെറ്റീഷണേഴ്സ് ഹിയറിൻ ആർ നോട്ട് അഗൈൻസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ വഖഫ് ബോർഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സെക്ഷൻ 14 ഓഫ് യുണൈറ്റഡ് മാനേജ്മെന്റ് ഉമീദ് ആക്ട്. ഉമർ ഫൈസിയും പറഞ്ഞു വെക്കുന്നു. അദ്ദേഹം ഒരു മതപണ്ഡിതനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്നേ ആ സത്യം പുറത്തു വന്നു. ഇതിനകത്ത് നോൺ മുസ്ലിം മെമ്പർമാരെ വെക്കുന്നതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇന്നലെ വന്നിട്ട് സെക്ഷൻ 14-നെതിരെ കപട സഖാവ് ഹംസ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന രൂപത്തിൽ ആ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച അദ്ദേഹം സുപ്രീം കോടതിക്ക് മുൻപാകെ ഇപ്പൊ സമർപ്പിച്ചിട്ടുള്ള പെറ്റീഷനിൽ പറയുന്നത് സെക്ഷൻ 14 അനുസരിച്ച് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നാണ്. ഇനി ഇവർക്ക് എതിർക്കാൻ കഴിയില്ല. 4/2/2026 ഈ വഖഫ് ബോർഡിനെ നിയമിച്ചുകൊണ്ട് പഴയ സംസ്ഥാന സർക്കാർ പുറത്തേക്കിയ ഒരു ഓർഡറിന്റെ ഒരു കോപ്പി കൂടി ഞാൻ മാധുവിന് അയച്ചിട്ടുണ്ട്. അതിനകത്തൊരു എക്സ്പ്ലനേഷൻ നോട്ട് ഉണ്ട്. ആ എക്സ്പ്ലനേഷൻ നോട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: ദ റിമൈനിങ് one member under clause 1 of subsection 1 and of section 14 of the act, അതായത് അപ്പോയിന്റ്മെന്റ് ഓഫ് റിമൈനിങ് 1 member, 2 മെമ്പർമാരുടെ അപ്പോയിന്റ്മെന്റ് അവശേഷിക്കുന്നുണ്ട്. ആ ഓർഡറിന്റെ എക്സ്പ്ലനറി നോട്ടാണ്. അതിൽ പറയുന്നു സെക്ഷൻ 14 അനുസരിച്ച് അവശേഷിക്കുന്ന 2 പേരെ ഷോർട്ട്ലി, അത് അവസാനിക്കുന്നത് വിൽ ബി മെയ്ഡ് ഷോർട്ട്ലി എന്നാണ്. ഏറ്റവും അടുത്ത സന്ദർഭത്തിൽ ഞങ്ങൾ നിയമിക്കും. 11 അംഗങ്ങൾ എന്ന് നിജപ്പെടുത്തിയ ഒരു ബോർഡിൽ ഇവർ 9 പേരെ വെച്ചു. 2 പേരെ കൂടി നിയമിക്കുമെന്ന് വെച്ചാൽ 11-ൽ ഏറ്റവും ചുരുങ്ങിയത് 2 അമുസ്ലിങ്ങളായിരിക്കണം എന്നുള്ളത് ഇവർ അംഗീകരിച്ചിരുന്നു. സെക്ഷൻ 14 ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോ കേരളത്തിൽ പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡിനെ ഇവർ ചുമതലപ്പെടുത്തിയത്. ഇവർ പുറത്തിറക്കിയ 4/2/2026 ആ ഓർഡറാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുൻപാകെ ചാലഞ്ച് ചെയ്യപ്പെട്ടത്. അതിൽ വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ കേരള ഹൈക്കോടതി കൊണ്ടുവന്നത്. ഇനി തമിഴ്നാട് സർക്കാരിന്റെ കേസ് കൂടി വരാനല്ലോ. ഇന്നലെ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇവിടെ വഖഫ് ബോർഡിന് വേണ്ടി ഹാജരാകുന്ന സുപ്രീം കോടതി അഭിഭാഷകൻ, അവരുടെ സീനിയർ എൻഗേജ്മെന്റിനായിട്ട് വരുന്ന സീനിയർ കൗൺസിൽ, അദ്ദേഹത്തിന്റെ പേര് ചിദംബരേഷ് എന്നാണ്. അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. വിരമിച്ച് അധികം വൈകാതെ ഇവിടുത്തെ BJP സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ നിർമ്മലാ സീതാരാമനിൽ നിന്ന് BJP അംഗത്വം സ്വീകരിച്ച ഒരു അഭിഭാഷകനാണ് ചിദംബരേഷ്. അദ്ദേഹമാണ് ഈ കേസിൽ KS ഹംസയ്ക്ക് വേണ്ടി ഹാജരാകുന്നത്. അദ്ദേഹം നേരത്തെ മുനമ്പുമായി ബന്ധപ്പെട്ട് അത് വഖഫ് ഭൂമി അല്ല എന്ന കേരള ഹൈക്കോടതിയുടെ വിധിയെ ചലഞ്ച് ചെയ്ത് വഖഫ് സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ പോയപ്പോ അതിന് മുനമ്പം സമരക്കാർ കക്ഷിയാണ്. അതിൽ മുനമ്പം സമരക്കാരന്റെ വക്കീലും ചിദംബരേഷാണ്. അതിൽ അദ്ദേഹത്തിന്റെ വാദം അത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ കേസിൽ വഖഫ് ബോർഡിന് വേണ്ടി സുപ്രീം കോടതിക്ക് മുൻപാകെ മറ്റൊരു കേസിൽ വഖഫ് ബോർഡിനെതിരെ ഹാജരാകുന്ന BJP പശ്ചാത്തലമുള്ള അഭിഭാഷകൻ പോയിട്ട് ഹർജി സമർപ്പിക്കുന്നു. ആ പെറ്റീഷനിൽ സെക്ഷൻ 14 അനുസരിച്ച് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞ പച്ചക്കള്ളം, ഞങ്ങളെ സെക്ഷൻ 14 പേരിലാണല്ലോ ഇന്നലെ ക്രൂശിച്ചത്. ആ കള്ളം ആവർത്തിക്കുന്നു. ഗൂഢാലോചന എവിടെയാണെന്ന് കൃത്യമാണ്. ഇവർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു പാക്കേജിന്റെ ഭാഗമായി നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് ബോർഡിന് പ്രവർത്തിക്കാൻ കാലാവധി ഉണ്ടായിരുന്നിട്ടും അതിനെ അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തട്ടിക്കൂട്ടിയ ഇവരുടെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയും ഇവരുടെ കുറെ ഇഷ്ടക്കാരും ഉൾപ്പെടുന്ന വഖഫ് ബോർഡിനെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഇവർ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ കൃത്യമാണ്. അങ്ങ് കൃത്യമായ ഓരോ പോർഷനായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് പറയുകയും ചെയ്തത്. അതായത് ഈ പറയുന്ന സെക്ഷൻ 14 അംഗീകരിക്കുന്നുവെന്ന് ഇന്നലെ വിമർശിച്ചവർ ഇന്ന് നിലപാടെടുത്തിരിക്കുന്നു കോടതിയിൽ. അതായത് ഈ മരവിപ്പിച്ചത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയ ഇപ്പോഴത്തെ ബോർഡ്, ഹംസ അടക്കമുള്ളവർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സെക്ഷൻ 14 അനുസരിക്കാം എന്നുള്ളത് തന്നെയാണ്. അങ്ങ് പറഞ്ഞത് വാലിഡ് ആയ പോയിന്റാണ്. ശരി, അതായത് LDF കാലത്ത് അവർ രൂപീകരിച്ച വഖഫ് ബോർഡും അതിന്റെ ചെയർമാനും ആ നിലപാടെടുത്തിരിക്കുന്നു. അത് നമുക്ക് ചോദിക്കാമെന്നേ. അടുക്കൽ K. സനകുമാർ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ നിലപാടോ എന്നതാണല്ലോ നമ്മുടെ ചോദ്യം. നിങ്ങൾ ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്ന നിലപാട്, അവരുടെ നിലപാട് മോശമായതുകൊണ്ടാണല്ലോ മുസ്ലിം മത സാമാന്യത്തെ, ന്യൂനപക്ഷത്തെ ഔറ്റുകൊടുക്കുന്നു എന്നുള്ളതാണല്ലോ നിങ്ങളുടെ നിലപാട്. ആ നിലപാട് സ്വീകരിച്ച നിങ്ങൾ കോടതിയിലെടുത്ത ആ നിലപാടിനെ കുറിച്ച് ഇനി പറയൂ.
തീർച്ചയായും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ ബോർഡിനെ, ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ബോർഡിനെ ഇവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് പുതിയ വഖഫ് നിയമത്തിലെ സെക്ഷൻ 14 പ്രകാരമാണ്. അതിനകത്ത് അവശേഷിക്കുന്നത് ഞങ്ങൾ ഉടനെ ഫില്ല് ചെയ്തേക്കാം, വിൽ ഫിൽ ഷോർട്ട്ലി എന്നൊരു ഓർഡറിനെയാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുൻപാകെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൈക്കോടതിക്ക് മുൻപാകെ ഉമീദ് ആക്ട് ഉണ്ട്, അതിലെ റദ്ദ് ചെയ്യപ്പെടാത്ത സെക്ഷൻ 14 എല്ലാ പ്രൊവിഷൻസും ഉണ്ട്. പക്ഷേ ഹൈക്കോടതി മുൻപിൽ നിർഭാഗ്യവശാൽ പിണറായി സർക്കാരും സതീശൻ സർക്കാരും ഇല്ല. സർക്കാർ പുറത്തിറക്കിയ ഒരു ഓർഡറിനെ ചലഞ്ച് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ സെക്ഷൻ 14 ഈ നോൺ മുസ്ലിം ഇൻക്ലൂഷൻ എന്ന ആ ഭാഗം ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ സുപ്രീം കോടതി റദ്ദാക്കിയിട്ടില്ല. മാധു, സുപ്രീം കോടതിയിലാണ് നമുക്കൊരു കേന്ദ്രം പാസാക്കിയ ഒരു ആക്ടിനെ ചലഞ്ച് ചെയ്യാൻ കഴിയുക. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോടതിയിൽ പോയവരുടെ പട്ടികയിൽ ലീഗിലെ അഡ്വക്കേറ്റ് ഷിബു മീരാൻ ലീഗിന്റെ ആ നിലപാടിന് വിരുദ്ധമായി, കോൺഗ്രസിന്റെ ആ നിലപാടിന് വിരുദ്ധമായി കെ സി വേണുഗോപാൽ പറയുകയാണ് ദേശീയ നേതൃത്വത്തിൽ ദേശീയ നിലപാട് മാറിയിട്ടില്ല എന്ന്. അപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നിലപാടിൽ, കോൺഗ്രസിന്റെ സംസ്ഥാന നിലപാടിൽ, കോൺഗ്രസിന്റെ UDF സംസ്ഥാന നിലപാടിൽ ഒക്കെ മാറ്റമുള്ളൊരു നിലപാട് എന്തിന് കോടതിയിൽ സ്വീകരിച്ചു എന്നതാണ് ചോദ്യം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ സംഭവിക്കുന്നത്. രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം, അതിന്റെ വ്യവസ്ഥകൾ, അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് അൾട്രാ വൈറസ് ആണ് എന്ന് പറഞ്ഞ് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അത് സുപ്രീം കോടതിക്ക് മുൻപാകെ ഒരു കേസാണ്, അതൊരു ഇന്ററിം ഓർഡർ പുറത്തു വന്നു. അതിൽ ചില കാര്യങ്ങൾ സുപ്രീം കോടതി എടുത്തു കളഞ്ഞു, പക്ഷേ സെക്ഷൻ 14 എടുത്തു കളഞ്ഞിട്ടില്ല. ഇവരിപ്പോ പുതിയ ഉമ്മീദ് ആക്ട് അനുസരിച്ച് ഒരു ഓർഡർ പുറത്തിറക്കിയപ്പോൾ അവശേഷിക്കുന്നത് ഞങ്ങൾ ഫില്ല് ചെയ്തേക്കാം എന്നൊരു എക്സ്പയറി നോട്ട് എന്തിനാ എഴുതി വെച്ചത്? അത് ആ ഓർഡറിന്റെ ഭാഗമല്ല. എന്നിട്ടും അത് എന്തിനാ എഴുതി ചേർക്കുന്നത്? ആരെങ്കിലും കോടതിയിൽ പോയാൽ സെക്ഷൻ 14 ഏതെങ്കിലും ഒരു പ്രൊവിഷോ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് ഇന്നത്തെ ലീഗൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് രാജ്യത്ത് ഒരു ഗവൺമെന്റിനും ഒരു കോടതിക്ക് മുൻപാകെ പറയാൻ കഴിയില്ല. കാരണം പാർലമെന്റ് അംഗീകരിച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി റദ്ദ് ചെയ്ത ആ നിയമം ജീവിച്ചിരിക്കുകയാണ്. ആ സെക്ഷനിൽ ഈ പറയുന്ന നോൺ മുസ്ലിം ഇൻക്ലൂഷൻ ഉണ്ട്. തമിഴ്നാടിന് അതിന് സ്റ്റേ കൊടുത്തിട്ടില്ല. തമിഴ്നാടിനോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഒരു നെസസിറ്റി, ഒരു ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി അനുസരിച്ച് തമിഴ്നാടിന്റെ വഖഫ് ബോർഡ് തുടർന്നും പ്രവർത്തിച്ചോട്ടെ. പക്ഷേ ഈ കേസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ നോൺ മുസ്ലിം ആളുകളുടെ പേര് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ കാര്യം അഡ്വക്കേറ്റ് ഷിബു മീരാൻ, പക്ഷേ ഈ വഖഫ് ബോർഡ് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് നിങ്ങൾ നോമിനേറ്റ് ചെയ്ത ആളുകളല്ല നിലവിലുള്ളത്. നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ട്. ഉമീദ് പോർട്ടൽ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അധികാരത്തിൽ വന്ന സമയത്ത് 8ന്റെ പണി നൽകിയെന്ന് പറഞ്ഞത് ഈ പറയുന്ന ഈ ബോർഡിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യവും നിങ്ങൾക്ക് രാഷ്ട്രീയമായ ബുദ്ധിമുട്ടുകളും ഉണ്ട്, ശരി. പക്ഷേ അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമാണ് ഈ ബോർഡിനെ ഇല്ലാതാക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ ഇത് ഉപയോഗിച്ചോ, അതുവഴി ഒറ്റുകൊടുത്തോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലുമില്ല. KS സംസ്ഥയുടെ പരിചയം ഞാനിപ്പോ അത് കൂടി അയച്ചിട്ടുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞു, എനിക്ക് എടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ്. KS സംസ്ഥയുടെ പെറ്റീഷനിൽ തന്നെ അവർ പറയുന്നത് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഇത് ഡിസ്മിസ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടും സോളിസിറ്റർ ജനറലിന്റെയും പെറ്റീഷണറുടെയും മിയർലി ദ ആർഗ്യുമെന്റ്സ് ഓഫ് സോളിസിറ്റർ ജനറൽ ആൻഡ് ദ പെറ്റീഷണർ എന്ന് പറയുന്നു, അവരുടെ മാത്രം വാദം കേട്ടിട്ടാണ് ഇത് നടപ്പാക്കിയത്. മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഈ എന്താണ്, ഈ അവശേഷിക്കുന്ന ഈ ഫില്ല് ചെയ്യേണ്ട 2 സംഗതികളുണ്ടല്ലോ, ബാർ കൗൺസിലിൽ നിന്ന് ഒരാളെ എടുക്കണം, പരാജയപ്പെട്ട MLA-ക്ക് വരാൻ പുതിയ MLA കൊടുക്കണം, ഈ ഒഴിച്ചിട്ടിരിക്കുന്ന 2 നികത്തണം. ഇതിന് സംസ്ഥാന സർക്കാർ താല്പര്യമെടുത്തില്ല. ഏത് സംസ്ഥാന സർക്കാർ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാർ താല്പര്യമെടുത്തില്ല എന്നുകൂടി KS സംസ്ഥയുടെ പെറ്റീഷനിൽ രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ പെറ്റീഷനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെ അട്ടിമറിക്കാനോ ഇതിലേക്ക് ആളെ കുത്തിക്കയറ്റാനോ ഒരു താല്പര്യവും തിടുക്കവും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെക്കാനാണ് സ്മൃതി മാധു ഞാൻ ഇത്രയും നേരം പറഞ്ഞത്.